ആധാർ കാർഡിന് പുറമെ ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ട 6 കാർഡുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. സ്കൂളിലും കോളേജിലും ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒരു കാർഡാണിത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് ഡിജിറ്റൽ ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മുടെ മാർക്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ പഠിത്തം നിർത്തുകയോ ഇല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് മറ്റിടത്തേക്ക് മാറുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വൈസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കാർഷിക മേഖലയിലും ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ് മേഖലയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് 3 ലക്ഷം വരെ 30 ദിവസത്തിനകത്ത് ലോൺ കിട്ടുന്ന, അതും ഏറ്റവും കുറഞ്ഞ പലിശയിൽ കിട്ടുന്ന സ്കീമുകൾ അടങ്ങുന്നതാണ് ഈ കാർഡ്. മറ്റൊരു പ്രധാനപ്പെട്ട കാർഡാണ് ഗോൾഡൻ കാർഡ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം വരെ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് വഴി. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അതോറിറ്റി കാർഡ് അല്ലെങ്കിൽ ആഭ കാർഡ് ഉപയോഗിച്ച് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്, ലാബ് റെക്കോർഡ്, സർജിക്കൽ നോട്ട്സ്, മെഡിക്കൽ ബിൽസും എല്ലാം ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കാൻ കഴിയും. ഭാവിയിൽ ഭേദപ്പെട്ട ചികിത്സ നേടാനും മാത്രമല്ല മെഡിക്കൽ റെക്കോർഡ്സ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് റിട്രീവ് ചെയ്യാനും ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുന്ന ഒരു കാർഡാണ് ആഭ കാർഡ്. അടുത്തതാണ് ഇഷ്റാം കാർഡ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് തൊഴിലിനായി പോകുന്ന അസംഘടിത തൊഴിലാളികൾക്കുള്ള കാർഡാണ്. ഈ സ്കീമിന്റെ ഭാഗമായി വരുമാനം കുറഞ്ഞവർക്ക് ഗവൺമെന്റ് പദ്ധതി പ്രകാരം വീട് വെച്ച് കൊടുക്കാനും ലോൺ ആവശ്യങ്ങൾക്കും ഈ കാർഡ് വഴി സമീപിക്കാവുന്നതാണ്. തൊഴിലാളികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ലേബർ കാർഡ്. ഈ ഒരു കാർഡ് ഉണ്ടാകുന്നത് വഴി അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും തൊഴിൽപരമായ സംരക്ഷണത്തിനും സർക്കാരിന്റെ പെൻഷൻ, PF പോലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും മറ്റ് വെൽഫെയർ സ്കീമിന്റെ ഭാഗമാകാനും കഴിയുന്നത്. ഇത്തരം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്.